ഹലോ, അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചി ബ്രോഡ്വേയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തെണ്ടി തിരിയാന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ബ്രോഡ്വേയിൽ കയറി നീണ്ടു നവർന്ന് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേ ഇങ്ങനത്തെ ഒരു വഴി കാണാം. ഈ ഒരു വഴിയിൽ മൊത്തം ക്രിസ്മസ് സ്റ്റോളുകളാണ്. ഞങ്ങൾ പോയത് ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കിലായിരുന്നുകൊണ്ട് തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വാങ്ങാൻ വരുന്നവരെക്കാളും കൂടുതൽ കാഴ്ചകൾ കാണാൻ വരുന്നവരാണ്. ഞങ്ങളും കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങാൻ തോന്നും. അങ്ങനെ എനിക്ക് വാങ്ങാൻ തോന്നിയ ഒരു സാധനമാണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു നെക്ലേസ്. എന്താ ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം? വരൂ, നമുക്ക് ക്രിസ്മസ് കാഴ്ചകളിലേക്ക് കടക്കാം. എല്ലാരെയും പോലെ തന്നെ എന്റെയും ഫേവറേറ്റ് മന്ത് എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്. എന്താണെന്നറിയില്ല, ഓണത്തിനേക്കാളും ഒക്കെ ഇങ്ങനെ ഒരു വൈബ് പിടിച്ചൊരു സാധനമാണ് ക്രിസ്മസ്, ന്യൂ ഇയർ. പല പല ലൈറ്റ്സ്, ഡെക്കറേഷൻസ്, ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, ഒന്നും പോരാത്തതിന് ന്യൂ ഇയർ ആവാൻ പോവാണെന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര. എന്തൊക്കെ പറഞ്ഞാലും പള്ളിയിൽ പോവാൻ മാത്രം എനിക്കിഷ്ടമല്ല. ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രീമിയം ഐറ്റം തൊട്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ലോക്കൽ ഐറ്റം വരെ ഇവിടെ നമുക്ക് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. വരൂ, നമുക്ക് ബ്രോഡ്വേയുടെ ഉള്ളറകളിലേക്ക് പോകാം. നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല. എന്നാലും ഡോറിൽ ഹാങ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു റിങ് വാങ്ങണം എന്നുണ്ടായിരുന്നു. ഇത് പ്രീമിയം ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ. ഈ കടയിൽ നിന്ന് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, പക്ഷേ നല്ല വിലയുമാണ്. അതുകൊണ്ട് കടയിൽ കയറി ഓരോന്ന് കണ്ടിറങ്ങാന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. അടുത്ത കൊല്ലം ഇവിടെ വന്ന് കൊട്ടയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഇൻഷാ അല്ലാഹ്. കട ഇതുപോലത്തെ കിടിലം ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ എല്ലാം കാണാൻ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നിങ്ങൾക്കൊന്നും വാങ്ങാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ഡോറിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു റിംഗ് ആണ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നത്. ഇതിന് ചിലർ റീത്ത് എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. റീത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു വൃത്തിയായിട്ട ഫീൽ, അതുകൊണ്ട് ഞാൻ റിംഗ് എന്നാണ് കേട്ടോ പറയാറ്. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എനിക്കിപ്പോൾ ഒരു ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുക്കായിരുന്നു. ഇത്രയും വലിയ പുൽക്കൂട് വെക്കാനുള്ള സ്ഥലമൊന്നും ഞങ്ങളുടെ ഫ്ലാറ്റിലില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി എന്തായാലും ഇപ്പൊ ചിന്തിക്കുന്നില്ല. വാ, ഒരു ബ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയ പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. എല്ലാ റിങ്ങും നോക്കി വെച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് മേടിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ എന്താ ഒരു ഡാൻസ്, പൊളിയല്ലേ? ബ്രോഡ്വേയിൽ സാധനം വാങ്ങാനും കാണാൻ വരുന്നവർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ വരുമ്പോൾ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് വരിക, അല്ലെങ്കിൽ കൂട്ടത്തോടെ കുറെ ആളുകളായിട്ട് വരും. ക്രിസ്മസ് അടുക്കും തോറും സൂചി കുത്താൻ ഇടല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി. ഹായ്, റിങ്ങുകൾ മാത്രമുള്ള ഒരു കട, കൊള്ളാലോ കളി. ആ കട മൈൻഡിൽ നോട്ട് പണിയിട്ട് ഞങ്ങൾ അടുത്ത കടകളിലേക്ക് പോയി. ഇത് സ്റ്റാറുകൾ മാത്രം കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങളുടെ സ്റ്റാർ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുവരും, അവർക്ക് ഈ കാഴ്ചകളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് വെറൈറ്റി ഉള്ള കുറച്ച് പുൽക്കൂടുകൾ. ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിൽ പിന്നെ ഒരുപാടുണ്ടല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതാ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക. ക്രിസ്മസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും ഇതൊന്നും മതി വരില്ല. കണ്ടില്ലേ ഞാൻ ആ മൂലയിൽ പോയി വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ പിന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 10 ആൾക്കാരെ അറിയിച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഷോ കാണിക്കണം. ഇവിടം വരെ വന്ന് ഇത്രയൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടില്ലെങ്കിൽ മോശമല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് ഈ കാണുന്നത്. ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ സ്റ്റാറൊക്കെ ഇങ്ങനെ നമ്മുടെ തലയുടെ മുകളിൽ, പിന്നെ നമ്മൾ അതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഒരു നല്ലൊരു പ്രത്യേക ഫീലാണ്. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. പിന്നെ അതിനെ മസാജ് ചെയ്തും കളിപ്പിച്ചും കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു. പൂച്ചകളെ തടവി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമേ ഇല്ല. അങ്ങനെ നമ്മളിതാ നക്ഷത്രങ്ങൾ തെളിച്ച വഴിയിലൂടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രോഡ്വേയിലേക്കൊക്കെ ചുമ്മാ ഒന്ന് വന്നു നോക്ക്, നല്ല രസമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. പോണ വഴിക്ക് പിന്നെ എവിടെ ഈ ഒരു ഡോർ ഹാങ്ങിങ് റിങ് കണ്ടാലും ഞാൻ തിരിച്ച് വില നോക്കും. ഇതൊരു നല്ല സെറ്റപ്പാണ് കേട്ടോ. കുറച്ച് പഞ്ഞി വാങ്ങി നിറച്ച് വെച്ചിട്ട് അതിന്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാണുന്ന കടയിലൊക്കെ കയറി റിങ്ങിന്റെ വിലയും ചോദിച്ച് നമ്മളിങ്ങനെ മന്ദം നടന്ന് നീങ്ങാണ്. അപ്പം വേണ്ട ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ തൊപ്പികൾ മാത്രം കിട്ടുന്ന ഒരു കട. അവിടെ നമ്മൾ എൻ്റെ ചേട്ടൻ്റെ പിള്ളേർക്കുള്ള 2 തൊപ്പികൾ വാങ്ങിച്ചു. ഈ 2 തൊപ്പികളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇന്ന് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരുപാട് റിങ്ങുകളുടെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവുന്നത്. മറിച്ച് 1-2 മോഡൽ മാത്രമേ ഉള്ളൂങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇത് നോക്കിക്കേ, ചുമ്മാ സാന്താക്ലോസിന്റെ പാവകൾ മാത്രം കിട്ടുന്നൊരു കട. ആ കടയുടെ തൊട്ടുപ്പുറത്ത് കീ ചെയിൻ ഒക്കെ കിട്ടുന്ന ഒരു കട ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ പറ്റുന്ന മാഗ്നറ്റ്സ് ആണ്. ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസിന്റെ കമനീയമായിട്ടുള്ള ശേഖരം. കീ ചെയിനിന്റെ ഒക്കെ കളക്ഷൻ കണ്ടില്ലേ, അടിപൊളി. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ സാന്താക്ലോസിന്റെ കീ ചെയിൻ ഒരു 3 എണ്ണം വാങ്ങിച്ചു. 1 അമ്മയ്ക്കും, 1 പപ്പയ്ക്കും, പിന്നെ 1 എനിക്കും. പിന്നെ ആ കുഞ്ഞ് ബിയർ ബോട്ടിലൊക്കെ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതിനിടയിൽ നമ്മളൊരു റിങ് വാങ്ങിട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. LED ലൈറ്റ് വാങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ല, എന്നാലും കാണുമ്പോൾ വെറുതെ ഇങ്ങനെ എത്തി. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് കോട്ട കഴിഞ്ഞു, നമ്മൾ ഇവിടുന്ന് പോവാണ്. വേറൊരു കുട്ടി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.